ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ IUPAC നെയിമിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഫങ്ഷണൽ ഗ്രൂപ്പ്സോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്പറിങ്ങിൻ്റെ ആവശ്യമില്ല. ഏറ്റവും നീളമുള്ള, അതായത് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഏതാണെന്ന് നോക്കാം. ഇതിൽ 5 കാർബൺ ആണുള്ളത്. അപ്പോൾ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ പെൻ്റ് ആണ്. സിംഗിൾ ബോൺസ് മാത്രമുള്ളതുകൊണ്ട് ഇത് ആൽക്കൈൻ ആണ്. ആൽക്കൈൻ എന്ന് പറയുമ്പോൾ അവസാനം എയിൻ എന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പെൻറ്റൈൻ ആണ് ഇതിൻ്റെ നെയിം. ഇതേ പെൻറ്റൈൻ തന്നെ സൈക്ലിക് രൂപത്തിൽ വരച്ചാൽ അതിനെ സൈക്ലോ പെൻറ്റൈൻ എന്ന് എഴുതാം. അടുത്തത് നോക്കാം. ഇവിടെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിൽ 4 കാർബൺ ആണുള്ളത്. 4 എന്ന് പറയുമ്പോൾ ബ്യൂട്ടാണ് വരുന്നത്. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ബ്യൂട്ടെയിൻ എന്ന് വരും. ഇനി ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് CH3 ഉള്ളതുകൊണ്ട് നമുക്ക് നമ്പറിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ 2 സൈഡിൽ നിന്നും കാർബണിന് നമ്പർ ചെയ്യുകയാണ്. ഇനി CH3 എന്ന് പറഞ്ഞാൽ മീഥൈലാണ്. അതെങ്ങനെ മനസ്സിലായി? മീഥൈൻ എന്ന് പറഞ്ഞാൽ CH4 ആണ്. ഒരു കാർബൺ എന്ന് പറയുമ്പോൾ മെത്താണല്ലോ. അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ കുറയുമ്പോൾ കിട്ടുന്ന ആൽക്കൈൽ എന്ന് പറഞ്ഞാൽ മീഥൈലാണ്. ഇനി ഇതിലേത് നമ്പറിങ് എടുക്കുമ്പോഴാണ് മീഥൈലുള്ള കാർബണിന് ചെറിയ നമ്പർ കിട്ടുന്നത്, അതാണ് നമ്മൾ എടുക്കുക. ഇതിൽ ഇവിടെ 2 ആണ് കിട്ടുക. ഈ നമ്പറിങ് ആണ് എടുക്കുന്നതെങ്കിൽ 3 ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ നമ്പറിങ് ആണ് ഫോളോ ചെയ്യുക. 2 മീഥൈൽ ബ്യൂട്ടെയിൻ. ഇതിൽ തന്നെ ഒരു CH3 കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പേര് വരിക? അപ്പോഴും ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഏതായിട്ട് തന്നെ എടുക്കാം, ബ്യൂട്ടെയിൻ ആണിത്. 2 മീഥൈൽ ഉള്ളത് കൊണ്ട് നമുക്ക് ഡൈ മീഥൈൽ എന്ന് എഴുതാം. ഇനി ഞാൻ മുകളിലത്തെ നമ്പറിങ് ആണ് എടുക്കുന്നതെങ്കിൽ മീഥൈലുള്ള ഈ 2 കാർബണിന് 2, 3 എന്ന നമ്പേഴ്സാണ് കിട്ടുക. താഴത്തെ നമ്പറിങ് ആണെങ്കിലും അത് തന്നെയാണ് കിട്ടുക. 2,3 ഡൈ മീഥൈൽ ബ്യൂട്ടെയിൻ. അടുത്തത് നോക്കാം. 5 കാർബൺ ഉള്ളതും സിംഗിൾ ബോൺസ് ഉള്ളതുമായത് പെൻറ്റൈൻ ആണെന്ന് നമുക്കറിയാം. ക്ലോറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 5 അല്ലെങ്കിൽ 1 വരാം. അപ്പോൾ നമ്മൾ 1 വരുന്ന രീതിയിലാണ് എടുക്കുന്നത്. എന്നാൽ 1 ഇവിടെ എഴുതേണ്ട കാര്യമില്ല. നമുക്കപ്പോൾ ക്ലോറോ എന്ന് തന്നെ എഴുതാം. 1 ആണെങ്കിൽ എഴുതേണ്ട കാര്യമില്ല. അടുത്തത് നോക്കാം. 5 കാർബണും സിംഗിൾ ബോൺസും ആയതുകൊണ്ട് പെൻറ്റൈൻ ആണ് വരുന്നത്. ഇനി ബ്രോമോ ആണോ ക്ലോറോ ആണോ ആദ്യം എഴുതേണ്ടത് എന്നത് ആൽഫബറ്റിക് ഓർഡറിലാണ്. B ആണ് Cക്ക് മുമ്പ് വരുന്നത്. അതുകൊണ്ട് ബ്രോമോ എന്നത് വേണം ആദ്യം എഴുതാൻ. ഇനി മുകളിലത്തെ നമ്പറിങ് ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഹാലജൻസിന് 3, 4, 5 എന്ന നമ്പേഴ്സാണ് വരിക. താഴത്തെ ആണെങ്കിലോ 1, 2, 3 എന്നതാണ്. അതുകൊണ്ട് ഞാൻ താഴത്തെ നമ്പേഴ്സാണ് എടുക്കുക. അപ്പോൾ 3 ബ്രോമോ 1,2 ഡൈ ക്ലോറോ പെൻറ്റൈൻ. 3 ബ്രോമോ 1, 2 ഡൈ ക്ലോറോ പെൻറ്റൈൻ. അടുത്തത് നോക്കാം. ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ നമ്പറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 കാർബൺ ആകുമ്പോൾ ബ്യൂട്ടാണ്. ഡബിൾ ബോണ്ട് ഉള്ളപ്പോൾ ഈൻ എന്നാണ് വരിക. എന്നാൽ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ നമ്മൾ എഴുതണം. മുകളിലത്തെ നമ്പറിങ് ആണ് നോക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് നോക്കാം. ഡബിൾ ബോണ്ടുള്ള ആദ്യത്തെ കാർബണിൻ്റെ നമ്പർ 2 ആണ്. താഴത്തെ നമ്പറിങ് ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് വായിക്കാം. ഡബിൾ ബോണ്ടുള്ള ആദ്യത്തെ കാർബണിൻ്റെ നമ്പർ അപ്പോഴും 2 തന്നെയാണ്. ഇപ്പോൾ ബ്യൂട്ട് 2 ഈൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 5 കാർബൺ ഉള്ളതുകൊണ്ട് പെൻ്റ് എന്നാണ് വരിക. 2 ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ട്രിപ്പിൾ ബോണ്ടിന് ഐൻ എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. 2 എന്ന് പറയുമ്പോൾ ഡൈ ഐൻ. ട്രിപ്പിൾ ബോണ്ടിൻ്റെ പൊസിഷനും കൂടി നോക്കണം. ഈ നമ്പറിങ് അനുസരിച്ചാണെങ്കിൽ 2, 4 ആണ് വരിക. താഴത്തെ നമ്പറിങ് ആണെങ്കിൽ 1, 3 ആണ് വരിക. അപ്പോൾ നമ്മൾ ചെറിയ നമ്പേഴ്സായ 1,3 ആണ് എടുക്കുക. പെൻഡ് 1,3 ഡൈ ഐൻ. അടുത്തത് നോക്കാം. 4 കാർബൺ എന്ന് പറയുമ്പോൾ ബ്യൂട്ടാണ് വരിക. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ബ്യൂട്ടെയിൻ എന്നാണ് വരേണ്ടത്. പക്ഷേ നമുക്കിവിടെ ഒരു ആൽക്കഹോൾ, ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ നമ്പറിങ് നോക്കാം. ആൽക്കഹോളിന് ചെറിയ നമ്പർ കിട്ടത്തക്ക രീതിയിൽ നമ്പറിങ് എടുക്കാം. 1 ആണ് വരിക. 1 ആണെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. ആൽക്കഹോൾ ഉള്ളതുകൊണ്ട് ബ്യൂട്ടനോൾ. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇതും ബ്യൂട്ട് തന്നെയാണ് വരിക. ആൽക്കഹോളിൻ്റെ പൊസിഷൻ ഈ നമ്പറിങ് അനുസരിച്ചാണെങ്കിൽ 2, ഇതനുസരിച്ചാണെങ്കിൽ 3. അപ്പോൾ നമ്മൾ 2 ആണ് എടുക്കുക. അപ്പോൾ ബ്യൂട്ടൻ 2 ഓൾ എന്ന് എഴുതുക. ഇതിനെ തന്നെ 2 ബ്യൂട്ടനോൾ എന്ന് എഴുതാറുണ്ട്.
പക്ഷെ പ്രിഫേർഡ് മെത്തേഡ് ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ഒരു സി ഡബിൾ ബോണ്ട് ഓയും എച്ചും അടങ്ങുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അതിനെയാണ് ആൽഡിഹൈഡ് എന്ന് പറയുന്നത്. ആൽഡിഹൈഡ് എപ്പോഴും ചെയിനിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്താണ് വരിക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാർബണിൻ്റെ എണ്ണം നോക്കുമ്പോൾ ഈ ആൽഡിഹൈഡിൻ്റെ കാർബൺ കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇതിൽ ടോട്ടൽ 5 കാർബണാണ് വരിക, പെൻറ്റാണ് വരിക. ആൽഡിഹൈഡിൻ്റെ പൊസിഷൻ ഫസ്റ്റ് കാർബണിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെൻറ്റനാൽ എന്നെഴുതിയാൽ മതി. അടുത്തത് നോക്കാം. ഇവിടെയും ഒരു സി ഡബിൾ ബോണ്ട് ഓ ഉണ്ട്, പക്ഷെ അത് ചെയിനിൻ്റെ ഇടയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കീറ്റോൺ ഗ്രൂപ്പാണ് വരുന്നത്. ഇതിനെ പ്രൊപ്പനോൺ എന്നാണ് എഴുതുന്നത്. ഇത് ഈ കാർബണിലേക്കോ ഇങ്ങോട്ടോ മാറ്റിക്കഴിഞ്ഞാൽ അത് ആൽഡിഹൈഡായി മാറും. അപ്പോൾ 3 കാർബണുള്ള കോമ്പൗണ്ടിൽ കീറ്റോൺ ഗ്രൂപ്പ് ഇവിടെ മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നമ്പർ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത്. അടുത്തത് നോക്കാം. ഇവിടെ COOH എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് എന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ്. സിംപ്ലി അതിനെ ആസിഡ് എന്ന് പറയാം. നമ്പറിങ് ചെയ്യുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടത്തക്ക രീതിയിൽ ചെയ്യണം. അപ്പോൾ ഈ നമ്പറിംഗ് ആണ് നമ്മൾ എടുക്കുക. കാർബണിൻ്റെ എണ്ണം നോക്കുമ്പോൾ ഈ കാർബൺ കൂടെ ഉൾപ്പെടുത്തണം. 5 എണ്ണം എന്ന് പറയുമ്പോൾ പെൻറ്റ്. ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതി നോക്കിയാൽ അറിയാം, എല്ലാം സിംഗിൾ ബോൺസ് ആണ് വരിക. അപ്പോൾ പെൻറ്റൈൻ എന്നാണ് വരേണ്ടത്. ഇവിടെ ആസിഡ് കൂടെ ഉള്ളത് കൊണ്ട് പെൻറ്റനോയിക് ആസിഡ് എന്നാണ് വരിക. ഞാനിവിടെ ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് ക്ലോറിൻ എന്ന് എഴുതുവാണെങ്കിൽ ഏത് നമ്പറിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഈ നമ്പറിംഗ് ആണെങ്കിൽ ആസിഡിന് 1 എന്നും ക്ലോറിന് 4 എന്നും കിട്ടും. ഇവിടെയാണെങ്കിലോ ക്ലോറിന് 2 എന്നും ആസിഡിന് 5 എന്നുമാണ് കിട്ടുക. വ്യത്യസ്ത ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഒരു കോമ്പൗണ്ടിലുണ്ടെങ്കിൽ അതിൽ നമ്പറിംഗ് ചെയ്യാനായിട്ട് പ്രയോറിറ്റി ലിസ്റ്റ് നോക്കേണ്ടതുണ്ട്. പ്രയോറിറ്റി ലിസ്റ്റിൽ ഹയസ്റ്റ് പ്രയോറിറ്റിയിൽ വരുന്നത് കാർബോക്സിലിക് ആസിഡ് ആണ്. അത് കഴിഞ്ഞ് ആൽഡിഹൈഡ്, കീറ്റോൺ, ആൽക്കഹോൾ, ട്രിപ്പിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ഹാലജൻ, ആൽക്കൈൽ എന്നിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്കൊരു ആസിഡും ഒരു ഹാലജനുമാണുള്ളത്. ആസിഡിനാണ് പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ ആസിഡിന് ഹാലജനേക്കാൾ ചെറിയ നമ്പർ കിട്ടത്തക്ക രീതിയിൽ വേണം നമ്പറിംഗ് ചെയ്യാൻ. ഈ മുകളിലത്തെ നമ്പറിംഗ് ആണെങ്കിൽ ആസിഡിന് 1 എന്നും ക്ലോറിന് 4 എന്നും കിട്ടും. അപ്പോൾ നമ്മൾ അതാണ് എടുക്കുക. നമുക്കറിയാം ഹാലജനും ആൽക്കൈൽ ഗ്രൂപ്പും പ്രിഫിക്സിലാണ് എഴുതുക, അതായത് പെൻറ്റിന് മുൻപാണ് വരുന്നത്. അപ്പോൾ 4 ക്ലോറോ പെൻറ്റാൻ 1 ഓയിക് ആസിഡ് എന്ന് ഞാൻ എഴുതുന്നില്ല, കാരണം 1 നമ്മൾ എഴുതാറില്ല. പെൻറ്റനോയിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൽ 7 കാർബൺ ആണുള്ളത്. എല്ലാം സിംഗിൾ ബോൺസ് ആയതുകൊണ്ട് ആൽക്കെയിൻ ആണ്. അപ്പോൾ ഹെപ്റ്റൈൻ എന്ന് വരും. ഇനി നമുക്കിവിടെ 2 മീഥൈൽ ഗ്രൂപ്പ്സ്, അതായത് CH3 ആണുള്ളത്. അപ്പോൾ ഡൈമീഥൈൽ എന്നാണ് വരിക. ഈ നമ്പറിംഗ് ആണെങ്കിൽ 3, 4 എന്നാണ് വരിക. ഇവിടെ നിന്നാണെങ്കിലോ 4, 5 എന്നാണ് വരിക. അപ്പോൾ ഞാൻ ചെറുതാണ് എടുക്കുക. 3, 4 ഡൈമീഥൈൽ ഹെപ്റ്റൈൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ കീറ്റോൺ ആണ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത്. 4 കാർബൺ എന്ന് പറയുമ്പോൾ ബ്യൂട്ടാണ് വരിക. കീറ്റോണിന് ചെറിയ നമ്പർ കിട്ടത്തക്ക രീതിയിൽ ഞാൻ ഈ നമ്പറിംഗ് ആണ് എടുക്കുക. അപ്പോൾ ഇതിനെ ബ്യൂട്ടാൻ 2 ഓൺ എന്ന് എഴുതാം. ബ്യൂട്ടൈനിൽ കീറ്റോൺ വരുന്നത് ഈ പൊസിഷൻ അല്ലെങ്കിൽ ഈ പൊസിഷനിൽ മാത്രമാണ്. കീറ്റോൺ ഇവിടെ ആയിരുന്നെങ്കിലോ അപ്പോൾ നമ്മൾ താഴത്തെ നമ്പറിംഗ് അല്ലേ എടുക്കുക. അപ്പോഴും നമുക്ക് ബ്യൂട്ടാൻ 2 ഓൺ തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് ബ്യൂട്ടൈനിൽ എപ്പോഴും കീറ്റോൺ സെക്കൻഡ് പൊസിഷനിൽ തന്നെയാണ് വരിക. അതുകൊണ്ട് ഇതിനെ ബ്യൂട്ടനൺ എന്ന് തന്നെ എഴുതാം.